ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത ബറോസ് എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ ലാലേട്ടനെ ഇഷ്ടമുള്ള എല്ലാവരും തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരിക. കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് വലിയൊരു നിലവറയാണ്. അടച്ചു മൂടപ്പെട്ട ഒരു ഭിത്തി പൊളിച്ചുകൊണ്ട് ഒരാൾ പുറത്തേക്ക് വരുന്നു. ബറോസ് എന്ന ഇയാളൊരു ഭൂതമാണ്. ഈ നിലവറയിലെ നിധി കുറെ വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ഭൂതം. ഈ ഭൂതത്തിന്റെ കൂടെ ഒരു പാവക്കുട്ടിയുണ്ട്. വൂഡോ എന്നാണ് ആ പാവക്കുട്ടി സ്വയം പരിചയപ്പെടുത്തുന്നത്. ബറോസ് ആരാണെന്നും എന്താണെന്നും ഒന്നും തന്നെ ബറോസിന് വലുതായിട്ട് ഓർമ്മയില്ല. വൂഡോ അയാളെ പറ്റിയുള്ള കാര്യങ്ങൾ അയാളോട് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഡഗാമ രാജാവിന്റെ വിശ്വസ്തനായ സേവകനായിരുന്നു ഈ ബറോസ്. അദ്ദേഹം തന്റെ നിധി സൂക്ഷിക്കാനുള്ള ചുമതലയെല്ലാം തന്നെ ബറോസിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ഈ നിധിയുടെ പുതിയ തലമുറയിലെ യഥാർത്ഥ അവകാശി വരുമ്പോൾ നിലവറയുടെ താക്കോൽ കൂട്ടം ആ അവകാശിക്ക് കൊടുക്കണം. ആ താക്കോൽ കൂട്ടം കൈമാറുന്ന നിമിഷം മാത്രമേ ബറോസിനും വൂഡുവിനും ഒരു മോചനം ലഭിക്കൂ. പതിയെ പതിയെ ബറോസിന് ഓരോ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. ഇത് കൊട്ടാരത്തിന്റെ നിലവറയല്ലേ? തെരേസ കൊച്ചുമ്മയുടെ ആഭരണങ്ങളും അച്ചാറുകുപ്പികളുമല്ലേ ഇരിക്കുന്നത്? അങ്ങനെ ബറോസ് ഓരോ കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ നിലവറയിലേക്ക് കുറച്ച് ആൾക്കാർ കയറി വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന നിധി മോഷ്ടിക്കാൻ വന്ന അവരെ എല്ലാവരെയും തന്നെ ബറോസ് അടിച്ചു തോൽപ്പിക്കുന്നു. പക്ഷെ അവർക്കാർക്കും ബറോസിനെ കാണാൻ കഴിയില്ല. ഡഗാമ രാജകുമാരന്റെ മകളായ ഇസബെല്ലയുടെ ഒരു കമ്മല് അവരെടുക്കാൻ ശ്രമിക്കുന്നു. അത് തടുത്തുകൊണ്ട് ബറോസ് അവരെ എല്ലാം തന്നെ ഓടിച്ചു. ഭൂതമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പേടിച്ചോടുകയും ചെയ്തു. ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് ബറോസിന് മനസ്സിലായില്ല. വൂഡ് ബറോസിനെ വിളിച്ചിട്ട് കണ്ണാടിയിലേക്ക് നോക്കാൻ പറയുന്നു. സ്വന്തം രൂപം അതിൽ തെളിയുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഒരു ഭൂതം തന്നെയാണെന്നുള്ള കാര്യം ബറോസിന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ നിധിയുടെ അവകാശിക്ക് മാത്രമേ ബറോസിനെ കാണാൻ സാധിക്കൂ. കഴിഞ്ഞ കുറച്ച് നാളുകളിൽ എന്തൊക്കെയാ സംഭവിച്ചെന്ന് ബറോസ് ആലോചിക്കുന്നു. ഒരു മന്ത്രവാദിനിയായിരുന്നു ബറോസിനെ ഇങ്ങനെ ഭൂതമാക്കി മാറ്റിയത്. അതെല്ലാം ആലോചിച്ച് ബറോസ് കരയാൻ തുടങ്ങിയതും അയാളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു. അതൊരു നീല വെളിച്ചമായി മാറുകയാണ്. വൂഡ് പറയുന്നുണ്ട്, ഈ വെളിച്ചമായിരിക്കും നിധിയുടെ യഥാർത്ഥ അവകാശിയെ ഇവിടേക്ക് എത്തിക്കുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകൾ കടന്നുപോയി. 2024 കാണിക്കുന്നത്. അവിടെ വലിയൊരു പാലസിന്റെ ലേലം നടക്കാൻ പോകുന്നു. ഈ പാലസിന്റെ അടിയിലെ നിലവറയിലായിരുന്നു ബറോസും വൂഡുവും ഉണ്ടായിരുന്നത്. വലിയ ബിസിനസ്മാനായ റോണും അയാളുടെ മകൾ ഇസബെല്ലയും അവിടേക്ക് എത്തുന്നു. ഇവരെ സ്വീകരിക്കാൻ വേണ്ടി അവിടേക്ക് വരുന്നത് ഇവരുടെ ആന്റിയായ സൂസൻ ആയിരുന്നു. ആ കൊട്ടാരം ഇപ്പോൾ ഒരു മ്യൂസിയം പോലെയാണ് വെച്ചിരിക്കുന്നത്. ആ മ്യൂസിയത്തിൽ വരുന്ന ആൾക്കാർക്ക് അവിടെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് മെൻഡോസ് എന്ന് പറയുന്ന ഇയാളാണ്. നേരത്തെ ബറോസ് ഇരുന്ന നിലവറയിൽ നിന്ന് നിധി കട്ടെടുക്കാൻ വന്ന ഒരു സംഘമില്ലേ, അയാളുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളാണ് ഈ മെൻഡോസ്. അന്ന് കക്കാൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് ഈ ഒരു ചീത്തപ്പേര് ഇപ്പോഴും നിലനിൽപ്പുണ്ട്. റോണിന്റെ മകൾ ഇസയെ കാണിക്കുകയാണ്. അമ്മയില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ രീതികളെല്ലാം വ്യത്യസ്തമാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനെ ശല്യം ചെയ്യുന്നത് അവൾ പതിവാക്കിയിരുന്നു. അങ്ങനെ ഇത്തവണ അവൾക്കും കൂട്ടുകാരികൾക്കും സസ്പെൻഷൻ കിട്ടി. അതുകൊണ്ടാണ് അച്ഛന്റെ കൂടെ ലേലത്തിൽ പങ്കെടുക്കാൻ അവൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ആ മണ്ണിലേക്ക് ഇസ കാലുകുത്തിയതും പാലത്തിനുള്ള വിചിത്രമായ ഒരു ചക്രം കറങ്ങാൻ തുടങ്ങി. ആ സൗണ്ട് കേട്ട ഉടനെ തന്നെ ബറോസിന്റെ കണ്ണു തുറന്നു. വൂഡ് പറയുന്നുണ്ട്, നിധിയുടെ യഥാർത്ഥ അവകാശി എത്തിയിരിക്കുന്നു. ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. ആ അവകാശി ഇവിടെ എത്തുമ്പോൾ കറങ്ങാതെ കിടക്കുന്ന ഈ ചക്രം കറങ്ങും. പാലസിലേക്ക് പോകുന്ന വഴിയെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ലോക്കൽസിന്റെ സമരങ്ങളാണ് എല്ലാവരും കാണുന്നത്. പാലസ് ലേലത്തിൽ വിറ്റ ശേഷം അവിടെ കാസിനോ വരാനായിരുന്നു ഉദ്ദേശം. അതിനെതിരെയാണ് ഈ ആൾക്കാർ സമരം നടത്തുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ആ പാലസ് അങ്ങനെ തന്നെ നിലനിർത്താനായിരുന്നു ഈ ആൾക്കാരുടെ പോരാട്ടം. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് താമസമായ ആഫ്രിക്കൻ കുടുംബങ്ങളും ഈ പാലസിനടുത്തായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കാസിനോ വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാം വീടുകൾ നഷ്ടമാവും. അതുകൊണ്ട് അക്കൂട്ടത്തിലെ ചോട്ടു എന്ന് പറയുന്ന ഒരു പയ്യനും ഈ സമരത്തിലുണ്ട്. ഇസയുടെ കയ്യിലേക്ക് അവനും ഒരു പേപ്പർ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇവിടെ കാസിനോ വരാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ പാലസിനുള്ളിലെത്തി അവിടെ എല്ലാവരും മീറ്റിംഗിലേക്ക് കടന്നു. ഇസയ്ക്കാകട്ടെ നല്ല പോലെ ബോറടിക്കുന്നുണ്ട്. അവൾ കുറച്ചു നേരം അവിടെ ഉണ്ടായിരുന്ന മ്യൂസിയത്തിലേക്കൊക്കെ പോകാൻ തീരുമാനിച്ചു. അവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് മെൻഡോസ് ആയിരുന്നു. ഡഗാമ രാജാവിന്റെയും തെരേസ രാജ്ഞിയുടെയും ഇസബെല്ലയുടെ എല്ലാം തന്നെ ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ അതിനെപ്പറ്റി എല്ലാം സംസാരിക്കുന്നു. കൂടാതെ നേരത്തെ കാണിച്ചിരുന്ന ആ ഇസബെല്ലയുടെ ഒരു ഇയറിംഗും ഇവരിവിടെ ഷോയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലൊന്നും ഇപ്പോഴും കണ്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ചിത്രങ്ങൾ അയാൾ പരിചയപ്പെടുത്തുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇവിടെ നിൽക്കുന്ന ഇസയുടെ അതേ മുഖം തന്നെയല്ലേ ഇസബെല്ല രാജകുമാരിക്കെന്നും. അയാൾ പെട്ടെന്ന് തിരിഞ്ഞ് ഇസയെ നോക്കുന്നു. ഇസ അപ്പോൾ അവിടെ നിന്നും പോയിരുന്നു. അവിടെ ഒരു ഏരിയയിലേക്ക് മാത്രം പ്രവേശിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. അതിനുള്ളിലെല്ലാം തന്നെ ചെറിയൊരു നീല വെളിച്ചം അവൾ കാണുന്നു. അതിന്റെ എല്ലാം ഫോട്ടോസ് എടുത്ത ശേഷം അവൾ അവിടെ നിന്നും പോയി. പുറത്തേക്ക് ഇറങ്ങിയപ്പോ ചോട്ടുവിനെ കണ്ടു. എന്നാ പിന്നെ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചോട്ടുവിന്റെ കൂടെ അവളാകട്ടെ ആ കോളനിയിലേക്ക് ചെല്ലുകയാണ്. വിൻഡോസ് ആകട്ടെ ഇസ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ആ ചക്രം കറങ്ങിയത് അയാളും ശ്രദ്ധിച്ചിരുന്നു. കാരണം അവകാശികൾ വരുമ്പോൾ മാത്രമേ ആ ചക്രം കറങ്ങാറുള്ളൂ. അങ്ങനെയാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അയാൾ ആ പ്രവേശനമില്ലാത്ത കവാടത്തിനുള്ളിലേക്ക് കയറി മച്ചുംപുറത്തു നിന്നും ഒരു ചിത്രവും എടുത്തുകൊണ്ട് ആ കോളനിയിലേക്ക് ചെല്ലുന്നു. പോകുന്ന വഴിക്ക് ചോട്ടു ആകട്ടെ ഈ കൊട്ടാരത്തിന്റെ ചരിത്രത്തെ പറ്റി അവളോട് പറയുന്നു. ഇവിടുത്തെ നിലവറയിൽ ഒരു നിധി കാക്കുന്ന ഭൂതമുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ആ ഭൂതത്തിനെ അങ്ങനെ ഇങ്ങനെയൊന്നും ആർക്കും കാണാൻ പറ്റില്ല. പക്ഷെ ഭൂതത്തിനെ കാണണമെങ്കിൽ ഒരു മന്ത്രം പറയണമെന്ന് തോന്നുന്നു. അതെന്റെ അമ്മായിക്കറിയാം. മരി എന്നാണ് ആ സ്ത്രീയുടെ പേര്. ഞാൻ അവരെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇസയെ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. മെൻഡോസും അവിടേക്ക് തന്നെയാണ് പോകുന്നത്. ഇസയും ചോട്ടുവും ചെന്ന് നോക്കുമ്പോഴാകട്ടെ അവരെന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ചെയ്യുകയായിരുന്നു. രോഗങ്ങൾ വന്നവരെ മന്ത്രത്തിലൂടെ ചികിത്സിച്ചു മാറ്റുന്ന രീതിയും അവരുടെ കൈവശമുണ്ട്. ഇസയെ കണ്ടതും ഒരു നിമിഷം മരിയ ഒന്ന് ഞെട്ടി. പേടിച്ചുപോയ ഇസയും
തൊട്ടും അവിടെ നിന്നും പോയി. മെൻഡോസ് അവിടേക്ക് വന്നിട്ട് ആ ചിത്രം മരിയയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട് നിധിയുടെ അവകാശി എത്തിയിരിക്കുന്നുവെന്ന്. അവര് പറയുന്നു ഞാനും ഇപ്പോൾ അവളെ കണ്ടുവെന്ന്. അയാൾ കൊണ്ടുവന്നത് ഇസബല്ലയുടെ ചിത്രമായിരുന്നു. അതേ മുഖം തന്നെയാണ് ഇസയ്ക്കും. പണ്ട് മുതലേ ആ നിധി കൈക്കലാക്കാൻ മെൻഡോസിന്റെ കുടുംബം ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ഇപ്പോഴും അത് വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഡിഗാമ രാജാവിന് ആ ഭൂതത്തിനെ നിധി കാക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്തതാകട്ടെ ഈ മരിയയുടെ പഴയ കുടുംബക്കാരും. അതുകൊണ്ട് തന്നെ ആ നിധിയിൽ തങ്ങൾക്കും അവകാശമുണ്ടെന്ന് മരിയയും പറയുന്നു. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ നിധി കൈക്കലാക്കാമെന്നതായിരുന്നു അവരുടെ പ്ലാനിങ്. ഇവിടെ റോൺ ആകെ ടെൻഷനിലായിരുന്നു. ഇസ എപ്പോഴും ഇങ്ങനെ കുരുത്തക്കേടുകൾ കാണിച്ചു നടക്കുന്നതിൽ അവൾക്കൊരു അമ്മയുടെ സ്നേഹം കൂടി നീ കൊടുക്കണമെന്ന് സൂസൻ അയാളോട് പറയുന്നു. അന്ന് രാത്രി റൂമിൽ കിടന്ന ഇസയാകട്ടെ ആ നീല വെളിച്ചം കാണുന്നുണ്ട്. അവൾ അതിനെ ഫോളോ ചെയ്ത് പോകാൻ ആരംഭിച്ചു. അത് അവളെ കൊണ്ടെത്തിക്കുന്നത് ആ പാലസിനുള്ളിലെ മ്യൂസിയത്തിലെ ആരും കടക്കാൻ പാടില്ലാത്ത ആ ഡോറിനുള്ളിലേക്കാണ്. ആ വെളിച്ചം തറയിലുണ്ടായിരുന്ന ഒരു ചെറിയ ഡോറിലേക്ക് അലഞ്ഞു ചേരുന്നു. അവൾ അടുത്തേക്ക് ചെന്ന് നിന്നതും ആ ഡോറ് പതിയെ തുറന്നു. ഓരോരോ സ്റ്റെപ്പുകളായിട്ട് അവളുടെ മുന്നിലേക്ക് വന്നു വീഴാൻ തുടങ്ങി. പതിയെ അവൾ ഉള്ളിലേക്ക് ഇറങ്ങി. അതാ നിലവറയായിരുന്നു. നിലവറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ തീപ്പന്തങ്ങളും കത്തി അവിടെ എല്ലാം തന്നെ പ്രകാശം പരന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. വൂഡ് ബറോസിനോട് പറയുന്നു അനന്തരാവകാശി എത്തിയിരിക്കുന്നു. നിലവറയുടെ മെയിൻ വാതിലിന്റെ അടുത്തേക്ക് ഇസ എത്തിയതും അത് തനിയെ തുറന്നു. പക്ഷേ നിധി മോഹിക്കുന്ന ഒരു ദുഷ്ടശക്തി അവളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒരു പൂച്ചയുടെ രൂപത്തിൽ അവിടേക്ക് വരികയും അവൾ പേടിച്ച് അവിടെ നിന്ന് ഓടുകയും ചെയ്തു. ഇവിടെ വരെ വന്നിട്ട് തിരിച്ചുപോയ ആ വ്യക്തി ആരായിരിക്കുമെന്നുള്ള ചിന്തയിലായിരുന്നു ബറോസും വൂഡുവും. അത് നിധിയുടെ അവകാശി തന്നെയാണെന്നാണ് വൂഡ് ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് പറയുന്നത്. പക്ഷേ ഈ അവകാശിയെ ഇവിടേക്ക് കടത്തിവിടാതെ തടഞ്ഞത് ഏതോ ദുഷ്ടമന്ത്രവാദിയാണ്. അവകാശി വരുന്ന പോലെ തന്നെ ഒരുപാട് ദുഷ്ടശക്തികളും ഈ നിധി തേടി വരും. അതിൽ നിന്നെല്ലാം തന്നെ ഈ നിധി കാക്കേണ്ടത് നിന്റെ ചുമതലയാണ്. എന്നാൽ വന്നത് തന്റെ രാജാവായിരിക്കും എന്ന് കരുതിയിട്ട് ബറോസ് പുറത്തേക്ക് ഇറങ്ങി പോകാൻ തീരുമാനിക്കുന്നു. രാജാവൊന്നും ഇവിടെ വന്നിട്ടില്ലെന്ന് വൂഡ് പറഞ്ഞെങ്കിലും ബറോസ് അത് വിശ്വസിക്കുന്നില്ല. ബറോസിന്റെ വിചാരം അയാൾ ഇവിടെ ഏകദേശം ഒരു മാസമായിട്ട് മാത്രമാണ് നിധി കാത്തുകൊണ്ടിരിക്കുന്നതെന്ന്. പുറത്തേക്കിറങ്ങിയ ബറോസ് കാണുന്നത് ഒരുപാട് ജനങ്ങളെയായിരുന്നു. അവിടെ നടക്കുന്ന ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് അവരെല്ലാവരും വിചിത്രമായ വേഷത്തിലാണ്. ബറോസ് പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു. അന്ന് രാജാവിനെ ആക്രമിക്കാൻ കുറച്ച് സംഘങ്ങൾ എത്തിയിരുന്നു. രാജാവും മറ്റുള്ളവരും സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോകാൻ നേരം അയാൾ ഒരു ചെങ്കോല് ബറോസിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഒരു മാസത്തിനുള്ളിൽ താൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു. അതുവരെ ഇതെല്ലാം സംരക്ഷിക്കേണ്ടത് ബറോസിന്റെ ചുമതലയായിരുന്നു. അയാളുടെ മനസ്സിൽ മുഴുവൻ ആ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ബറോസ് വിചാരിച്ചിരിക്കുന്നത് താൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്ന്. എന്നാൽ വൂഡ് വന്ന് അയാളോട് പറയുന്നുണ്ട് 1600-ാം ആണ്ടിലാണ് നീ ഈ നിധിക്ക് കാവലിരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ 400 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. നിനക്ക് നീ ആരാണെന്നും നിന്റെ ധർമ്മം എന്താണെന്നും പറഞ്ഞു തരേണ്ട ചുമതല എനിക്കായിരുന്നു. ഈ വർഷമെങ്കിലും നിധിയുടെ അവകാശി വന്ന് ആ താക്കോൽക്കൂട്ടം നീ അയാൾക്ക് കൈമാറിയെങ്കിൽ മാത്രമേ നിനക്കും എനിക്കും ഒരു മോചനമുള്ളൂ. അതിനിയും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പൗർണമി ദിവസത്തിനുള്ളിൽ നീ ആ താക്കോല് യഥാർത്ഥ അവകാശിക്ക് കൈമാറണം. ബറോസിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അയാൾ വീണ്ടും പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു. ഡിഗാമ രാജാവിന്റെയും രാജ്ഞിയുടെയും മകളായ ഇസബല്ലയെ അയാൾ നല്ലപോലെയാണ് നോക്കിയിരുന്നത്. ഇസബല്ലയ്ക്ക് ബറോസ് പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു. രാജ്ഞി സമ്മാനിച്ച ആ കമ്മലുകൾ അവളിടാൻ തയ്യാറാകാഞ്ഞപ്പോൾ ബറോസ് അവളെ പല വിദ്യകളും കാണിച്ച് ആ കമ്മലുകൾ ധരിപ്പിക്കുന്നു. ആ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും ഇസബല്ല എപ്പോഴും ബറോസിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഓർമ്മകളിൽ നിന്നെല്ലാം തന്നെ ബറോസ് തിരികെ വന്നു. വൂഡുവിന് അവിടെ നിന്നും ഇസയുടെ ഫോൺ കിട്ടിയിരുന്നു. അതിൽ അവളുടെയും അവളുടെ അമ്മയുടെയും ചിത്രമുണ്ടായിരുന്നു. കുറച്ചു ഭാഗം പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ ഇസയുടെ മുഖം അവർക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. ഡിഗാമ രാജവംശത്തിലെ 13ാമത്തെ തലമുറയിലെ 13 വയസ്സുള്ള പെൺകുട്ടിയായിരിക്കും ഈ നിധിയുടെ യഥാർത്ഥ അവകാശി എന്നാണ് വൂഡ് പറയുന്നത്. ഗ്രന്ഥങ്ങളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അനന്തരാവകാശിക്ക് മാത്രമേ ഈ ഭൂതത്തെ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ബറോസ് ആ അവകാശിയെ തേടിയിറങ്ങി. അയാൾ കൊട്ടാരത്തിനുള്ളിലും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും അടുത്ത് പോയി നിൽക്കുന്നു. അവർക്കാർക്കും അയാളെ കാണാൻ കഴിയുന്നില്ല. അവിടെ മിനിസ്റ്റർ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ പ്രസംഗം കേൾക്കാൻ റോണും ഇസയും എല്ലാം തന്നെ അവിടെയുണ്ട്. ബറോസ് സ്റ്റേജിന് ബാക്കിലൂടെ നടക്കുന്നത് ഇസ കാണുന്നുണ്ടായിരുന്നു. അയാൾ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ഇസ നോക്കി നിൽക്കെ വൂഡ് ഇത് ശ്രദ്ധിക്കുന്നു. ബറോസിനോട് വൂഡ് പറയുന്നുണ്ട് നോക്കൂ ആ പെൺകുട്ടിക്ക് നിങ്ങളെ കാണാം. അവൾ തന്നെയാണ് അനന്തരാവകാശി. എവിടെയാ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെയറൊന്ന് നീക്കിയിട്ട് ബറോസ് അവളെ നോക്കുന്നു. കറക്റ്റ് ആ സമയത്താണ് മന്ത്രി അവിടേക്ക് ഇരിക്കാൻ വരുന്നത്. ചെയർ മാറി മന്ത്രി താഴേക്ക് വീഴുന്നു. എല്ലാവരും ആകെ ടെൻഷനിലായി. ഇസ പറയുന്നുണ്ട് അയാളാണ് ആ ചെയർ മാറ്റിയതെന്ന്. എന്നാൽ ആർക്കും തന്നെ അയാളെ കാണാൻ കഴിയുന്നില്ല. ഇസയാകട്ടെ ബറോസിന്റെ പിറകെ ഓടി. പോലീസുകാരും മറ്റും ഇവളുടെ പിറകെ ഓടിയെങ്കിലും ഇവള് പറയുന്ന ആളെ ആരും തന്നെ കണ്ടില്ല. അതവളുടെ വല്ല തോന്നലുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. സംഭവത്തോടു കൂടി ബറോസ് ഉറപ്പിച്ചു അവൾ തന്നെയാണ് അനന്തരാവകാശിയെന്ന്. പിറ്റേന്നും അവൾ പറയുന്ന കാര്യങ്ങൾ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. അവൾ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകാൻ നേരത്ത് ബറോസിനെ കാണുന്നു. താൻ ആരാണെന്നും താൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്നും അവൾ ചോദിക്കുന്നു. അതറിയണമെങ്കിൽ ഇങ്ങോട്ട് വരാനാണ് ബറോസ് പറയുന്നത്. വെള്ളത്തിന്റെ നടുക്കിരിക്കുന്ന ബറോസിന്റെ അടുത്തേക്ക് അവൾ എങ്ങനെ പോകും? പക്ഷെ ബറോസിന്റെ ശക്തി കാരണം അവൾ പോലും അറിയാതെ അവൾ ബറോസിന്റെ അടുത്തേക്ക് എത്തി. താനൊരു ഭൂതമാണെന്നൊക്കെ ബറോസ് പറഞ്ഞെങ്കിലും അവൾ അതെല്ലാം കേട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സത്യങ്ങളും അവളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബറോസ് പല ജാലവിദ്യകളും കാണിക്കുന്നു. ആ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയ അവൾ പിന്നീട് പോകുന്നത് സ്വിമ്മിംഗ് പൂളിലായിരുന്നു. മൂത്തവരോട് തർക്കുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ബറോസ് അവളെ കളിയാക്കുന്നു. എന്നിട്ട് അവളുടെ ഫോൺ അവളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തു. മേപ്പറ്റിയെല്ലാം ബറോസ് അവളോട് ചോദിക്കുമ്പോൾ അവൾ തന്റെ അമ്മയെ മിസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. രാത്രി അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു.
ബറോസ് അവളെ കൊണ്ട് നിർബന്ധിച്ച് ആ ഫംഗ്ഷനിൽ പാടിക്കുന്നു. ബറോസ് പറഞ്ഞു കൊടുത്ത പാട്ട് തന്നെയാണ് അവൾ കൂടെ പാടിക്കൊണ്ടിരുന്നത്. എല്ലാവരും അവളുടെ ആ ഒരു കഴിവിനെ കൈയടിക്കുന്നു. റോണിന് പോലും തന്റെ മകൾ ഇത്ര നന്നായി പാടുമെന്ന് അറിയില്ലായിരുന്നു. അവിടെ നിന്നും ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് അവൾ ഇറങ്ങിപ്പോകുന്നത്. അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് ബറോസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് അയാൾ അവളെ തള്ളിയിടുന്നു. ഇനി വീണ്ടും കഥ ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുകയാണ്. കൊട്ടാരം ആക്രമിക്കാൻ ആൾക്കാർ വന്ന സമയത്ത് രാജാവും കുടുംബവും അവിടെ നിന്നും പോകുന്നതിന് മുൻപ് തന്നെ രാജാവ് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും അയാൾക്ക് ഒരുപാട് പരുക്കുകൾ പറ്റുകയും ചെയ്യുന്നുണ്ട്. ബറോസ് ഇസബെല്ലയും മറ്റു കുട്ടികളെയെല്ലാം തന്നെ കപ്പലിലേക്ക് കയറ്റി. രാജ്ഞിയാകട്ടെ രാജാവിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ആകെ ദുഃഖിതയായിരുന്നു. രാജാവിനെ പഴയ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദിനിയെ കൊണ്ടുവരുന്നു. മരിയുടെ പൂർവികരായിരുന്നു അത്. ആ മന്ത്രവാദിനി മന്ത്രങ്ങൾ ഉപയോഗിച്ച് രാജാവിന്റെ മുറിവുകളൊക്കെ ഭേദമാക്കാൻ തുടങ്ങി. പക്ഷേ തന്റെ വിലമതിക്കാനാവാത്ത സ്വത്തുക്കളെല്ലാം തന്നെ ഇവിടെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ ആൾക്കാര് ഇതെല്ലാം എടുത്തുകൊണ്ടു പോകുമെന്ന് പേടിച്ച രാജാവാകട്ടെ അതിനെന്തെങ്കിലും ഒരു പോം വഴി അന്വേഷിക്കുന്നു. ആ മന്ത്രവാദി പറയുന്നുണ്ട്, ഇതികാക്കാൻ നമുക്കൊരു ഭൂതത്തെ വേണമെന്ന്. പലയിടങ്ങളിലും രാജാക്കന്മാർ ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനാവശ്യം ഉന്നത പദവിയിലിരിക്കുന്നതും രാജാവിന്റെ വിശ്വസ്തനുമായിട്ടുള്ള ഒരാളാണ്. അവസാനം അവിടെ ഉണ്ടായിരുന്ന പലരും ചിന്തിച്ചിട്ട് ബറോസിന്റെ പേരായിരുന്നു നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഭൂതമാകാൻ ഒരാൾ തയ്യാറാകണമെങ്കിൽ അയാൾ ആദ്യം വിഷം കഴിച്ച് സ്വയം ജീവത്യാഗം ചെയ്യണം. അതിനുശേഷം ഒരുപാട് മന്ത്രവാദങ്ങൾ ചെയ്തിട്ടാണ് അയാളെ ഭൂതമാക്കി മാറ്റുന്നത്. കൂട്ടത്തിൽ തന്നെ ഈ ഭൂതത്തിന് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വൂഡു എന്നൊരു രൂപത്തെയും ഉണ്ടാക്കുന്നു. ബറോസ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇസയോട് പറയുന്നു. ഇസ വളരെയധികം ഇമോഷണലായി. അവൾ പിന്നീട് ബറോസിനെ ബറോസ് പപ്പ എന്നാണ് വിളിക്കാൻ തുടങ്ങിയത്. അവിടെ ഉണ്ടായിരുന്ന പല സാധനങ്ങളും അവളെടുത്ത് നോക്കുന്നുണ്ട്. അതിൽ നിന്നും ആ മ്യൂസിയത്തിൽ വെച്ചിരുന്ന കമ്മലിന്റെ ഒരു പേരും അവൾക്ക് കിട്ടുന്നുണ്ട്. മറ്റൊരു വടിയെടുക്കുമ്പോൾ ബറോസ് പറയുന്നുണ്ട്, അതെടുക്കണ്ട, ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാനുള്ള വിഭൂതിയാണത്, അത് അവിടെ തന്നെ വെച്ചേക്കാൻ. എന്നിട്ട് അവളെ പിടിച്ചു നിർത്തിയിട്ട് ബറോസ് ആ താക്കോൽ കൂട്ടം അവളുടെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങി. ഇത് അനന്തരാവകാശിയുടെ കയ്യിൽ തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്നത്. ഇത് തന്നു കഴിഞ്ഞാൽ എന്റെ ദൗത്യം പൂർണ്ണമാകും. എനിക്ക് എന്നേക്കുമായി ഇവിടെ നിന്നും പോകാൻ കഴിയും. എന്നാൽ അവൾ അത് വാങ്ങുന്നില്ല. ഇവിടെയുള്ള നിധിയെല്ലാം തന്നെ ഞാൻ ആ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കട്ടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ ബറോസ് പറയുന്നുണ്ട്, ഈ താക്കോല് വാങ്ങിക്കഴിഞ്ഞാൽ ഈ നിധി എന്ത് വേണമെങ്കിലും ഇസയ്ക്ക് ചെയ്യാം. എല്ലാം ഇസയുടെ ഇഷ്ടമാണ്. എന്നാൽ ആ താക്കോല് വാങ്ങിക്കഴിഞ്ഞാൽ ബറോസ് ഇല്ലാതാകുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ ആ താക്കോല് വാങ്ങിയില്ല. ബറോസ് അവളോട് പറയുന്നുണ്ട്, ഇസ നല്ല കുട്ടിയായിട്ടിരിക്കണമെന്ന്. ഇനി അച്ഛനെ ഒരു രീതിയിലും വേദനിപ്പിക്കാൻ പാടില്ല. എല്ലാത്തിനും അച്ഛനോട് മാപ്പ് പറയണം. അവൾ ആ താക്കോല് വാങ്ങാതെ അവിടെ നിന്ന് നേരെ അച്ഛന്റെ അടുത്തേക്ക് പോയിട്ട് ഇതുവരെയും കാണിച്ച തെറ്റിനെല്ലാം തന്നെ അയാളോട് മാപ്പ് പറയുന്നു. തന്റെ മകളുടെ ഈ മാറ്റത്തിൽ അയാൾ ഒരുപാട് സന്തോഷവാനായിരുന്നു. മാത്രമല്ല അവളുടെ സ്കൂളിലെ സസ്പെൻഷനും പിൻവലിച്ചിരിക്കുന്നു. അവൾ കുറച്ചുനേരം അയാളോട് സംസാരിക്കുന്നുണ്ട്. ആ മ്യൂസിയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഡിഗാമ രാജാവിന്റെയും രാജ്ഞിയുടെയും എല്ലാം തന്നെ ചിത്രങ്ങൾ കാണിക്കുന്നു. അത് അമ്മയെ പോലെ ഇല്ലെന്നും അയാളോട് ചോദിക്കുന്നുണ്ട്. അവള് ബറോസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾക്ക് അതിലൊന്നും തന്നെ അധികം വിശ്വാസം തോന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം അവൾ പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും ലേലത്തിൽ അച്ഛനെ മ്യൂസിയം വിട്ടുകൊടുക്കാൻ പാടില്ല. ഈ പാലസും മ്യൂസിയം എല്ലാം തന്നെ അച്ഛൻ തന്നെ സ്വന്തമാക്കണം. അതേസമയം ആ മന്ത്രവാദിയും മെൻഡോസും ചേർന്നിട്ട് ബറോസിനെ ഇല്ലാതാക്കി എങ്ങനെയാ നിധി സ്വന്തമാക്കാന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു. ബറോസ് വിശ്വസ്തനാണ്. അയാളുടെ ആ വിശ്വാസത്തിലൂടെ മാത്രമേ അയാളെ ചതിക്കാനും പറ്റൂ. അതുകൊണ്ട് അവരാകട്ടെ ഒരു ദുഷ്ടശക്തിയെ ഉണ്ടാക്കുന്നു. അതിന് ഡിഗാമ രാജാവിന്റെ രൂപവും കൊടുക്കുന്നു. തേളിന്റെ രൂപത്തിലുള്ള ആ ശക്തിയെ ചെറിയൊരു കട്ടയിലാക്കിയ ശേഷം അത് മെൻഡോസിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവർ പറയുന്നുണ്ട്, ആ വാതിലിന്റെ അടുത്ത് ഇത് കൊണ്ടുപോയി വെക്കണം. ഇനി അനന്തരാവകാശി ആ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ദുഷ്ടശക്തിയും ഉള്ളിലേക്ക് കയറും. പിന്നീട് ബറോസിന്റെ കാര്യം അയാൾ നോക്കിക്കൊള്ളും. നിധി നമുക്ക് കൈക്കലാക്കുകയും ചെയ്യാം. മെൻഡോസ് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പിറ്റേന്നാകട്ടെ ലേലം ആരംഭിച്ചു. ആ കൂട്ടത്തില് നമ്മുടെ ഇസയുരുപ്പുണ്ടായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഇസ അവിടെ നിന്നും ബറോസിനെ കാണാൻ വേണ്ടിയിട്ട് ആ അറയിലേക്ക് കടക്കുന്നു. പക്ഷെ അവൾ അറിയുന്നുണ്ടായിരുന്നില്ല അവളുടെ കൂടെ ആ ദുഷ്ടശക്തിയും ഉള്ളിലേക്ക് കടക്കുന്നത്. ബറോസ് പപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഇസയാകട്ടെ അവിടെയെല്ലാം തിരയുകയായിരുന്നു. ആ സമയത്ത് തന്നെ ആ ദുഷ്ടശക്തി ഡിഗാമ രാജാവിന്റെ രൂപത്തിൽ വന്നു. അവിടേക്ക് വന്ന ബറോസ് കാണുന്നത് ഈ ഡിഗാമയായിരുന്നു. തന്റെ രാജാവാണ് വന്നിരിക്കുന്നതെന്ന് കരുതിയിട്ട് ആദ്യം ബറോസ് ആകട്ടെ അയാളുടെ മുന്നിൽ വണങ്ങി നിൽക്കുന്നു. എന്നാൽ അടുത്ത നിമിഷം ആ ദുഷ്ടശക്തി ബറോസിനെ ആക്രമിച്ചപ്പോഴാണ് ആ ചതി അയാൾക്ക് മനസ്സിലായത്. ഇസയും ആ ദുഷ്ടശക്തി ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടി ബറോസ് അതിനെ നേരിടുന്നു. പിന്നെ വലിയൊരു പോരാട്ടം തന്നെയാണ് അവിടെ നടക്കുന്നത്. ആ മന്ത്രവാദിയുടെ ശക്തി കൊണ്ട് തന്നെ ആ ദുഷ്ടശക്തിയുടെയും ശക്തി കൂടിക്കൊണ്ടേയിരുന്നു. ബറോസിന്റെ ജീവൻ അപകടത്തിലാകുമെന്നൊരു ഘട്ടം എത്തിയപ്പോഴാകട്ടെ ബറോസിന്റെ ജീവൻ അപകടത്തിലാകുമെന്നുള്ള ഘട്ടത്തിൽ ഇസ ബറോസ് പറഞ്ഞ ആ ഒരു കാര്യം ഓർക്കുന്നു. ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുന്ന ആ വിഭൂതിയെപ്പറ്റി. അവൾ അതെടുത്ത് അതിന് നേരെ എറിയുന്നു. അതോടുകൂടി ആ ശക്തി അവിടെ വെച്ച് ഇല്ലാതായി. മന്ത്രവാദിക്കും അത് വലിയൊരു ആഘാതം തന്നെയായിരുന്നു. ഇതേ സമയം ആ ലേലത്തിൽ നിന്ന് ഈ പാലസ് സ്വന്തമാക്കിയത് ഇസയുടെ അച്ഛൻ തന്നെയായിരുന്നു. ബറോസ് കുറച്ച് അവശ്യ നിലയിലായിരുന്നു. അയാൾ ഇസയുടെ കയ്യിലേക്ക് ആ താക്കോൽ എടുത്തു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ എനിക്ക് സമയമായിരിക്കുന്നുവെന്ന്. ഈ താക്കോല് നീ സ്വീകരിക്കണം. അങ്ങനെ ഒരുപാട് വിഷമത്തോടെയാണെങ്കിലും ഇസ ആ താക്കോല് സ്വീകരിച്ചു. ഒരുപാട് നന്മകൾ നീ ഈ നിധി കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അത് കൊടുത്തിട്ട് അവിടെ നിന്ന് മാഞ്ഞു പോകുന്നത്. ബറോസും വൂഡുവും ഇല്ലാതായതോടുകൂടി ഇസയാകട്ടെ ഒരുപാട് സങ്കടത്തോടെയാണ് അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. വണ്ടിയിലിരിക്കുമ്പോഴും അവളുടെ കയ്യിൽ ആ താക്കോൽ കൂട്ടമുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് 12 വർഷങ്ങൾക്ക് ശേഷം പോർച്ചുഗൽ എന്ന രാജ്യമാണ്. അവിടെ നടക്കുന്ന ഒരു മ്യൂസിക് പരിപാടിയിലേക്ക് ഒരു പയ്യൻ കടന്നു വരുന്നു. അയാളത് കണ്ടുകൊണ്ട് നിൽക്കെ അയാളുടെ ബാക്കിലായിട്ട് ആരോ വന്ന് അയാളെ തട്ടിയിട്ട് ഈ താക്കോൽ കൂട്ട ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. അവിടെ സ്റ്റേജിൽ നിന്ന് പാടുകയായിരുന്നു നമ്മുടെ ഇസ. അവൾ വളർന്നു
വളർന്ന് വലുതായിരിക്കുന്നു. ഈ പയ്യൻ ആ താക്കോൽ കൂട്ടവുമായിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് അയാൾ ഇത് തരാൻ ഏൽപ്പിച്ചതാണെന്ന്. ആ താക്കോല് കണ്ടതും അവൾ ആകെ ഷോക്കായി. അത് ബറോസ് അവൾക്ക് കൊടുത്ത അതേ താക്കോല് തന്നെ. അപ്പോൾ ബറോസ് തിരിച്ചു വന്നിരിക്കുന്നു. അവൾ ബറോസിനെ കാണാൻ ഓടിച്ചെന്നെങ്കിലും ബറോസ് അപ്പോഴേക്കും മാഞ്ഞു പോയിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബറോസിനെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് ആ താക്കോലാകട്ടെ അവൾ എവിടെയോ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയതാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ താക്കോലുമായിട്ട് ബറോസ് വീണ്ടും വരുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി അവിടെ എവിടെയോ ബറോസ് ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന ഇസയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.